ഫീലിങ്ങോടെയുള്ള ബോട്ട് യാത്ര. ഓ നല്ല ഫീലിങ്ങോടെ പോകുന്നൊരു ബോട്ട് യാത്ര. നല്ല എന്തൊരു ഫീലിങ്ങോടെ നല്ല എന്തൊരു ഫീലിങ്ങോടെ പോകുന്ന ബോട്ട് യാത്ര. ഇത്രയും ഒരു എന്ത് നല്ല ഈ കാറ്റിൻ്റെ ആ രസം ചേർന്നുള്ള ആ പ്രകൃതിയുടെ ആ ഒരു ഫീലിംഗ് ചെയ്യുന്നു ഇപ്പോൾ ബോട്ട് യാത്രയിൽ. ആ ഒരു ഫീലിംഗ് കടലിൽ കൂടിയുള്ള ബോട്ട് യാത്ര എന്തൊരു ഫീലിംഗ് വരുന്നു. അടുത്ത ഫീലിംഗ് കൂടി ആസ്വദിച്ച് പോവുകയാണ്. ആ ഫീലിംഗ് നല്ലൊരു ഇതും കൂടി ബോട്ടിങ്ങിൽ കന്യാകുമാരി വരുമ്പോൾ എൻജോയ് ചെയ്തുള്ള ബോട്ടിങ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് കന്യാകുമാരി. മറ്റേ എൻജോയ് ചെയ്തുള്ള പിന്നെ നല്ല വീണ്ടും പൊങ്ങുന്നു, പിന്നെയും താഴുന്നു, പിന്നെ മനോഹരമായ കാഴ്ചകൾ കണ്ടതാ. വീണ്ടും പൊങ്ങി, പിന്നെയും എന്ത് നല്ല ഒരിത്. പിന്നെ ടെമ്പിള് കാണാം, കന്യാകുമാരി ദേവി ടെമ്പിള് കാണാം. പിന്നെ ഒരു ബോട്ട് എന്ന് പറയുന്നത് നമ്മൾ കയറിയ സ്ഥലം വിവേകാനന്ദ പറയും നമ്മൾ തിരുവള്ളൂർ. ആ പാലം കാണാം, ആ ഗ്ലാസ് ബ്രിഡ്ജ്, മനോഹരമായ ഗ്ലാസ് ബ്രിഡ്ജ് കാണാം. ഇന്ന് ഈ ബോട്ടിൽ കൂടി ഇവിടെ നോക്കുമ്പോൾ നല്ലൊരു പ്രകൃതി മനോഹരമായ നല്ലൊരു ഫീലിങ്ങോടെ നമ്മളെത്താറായി. നമ്മളിപ്പോൾ നല്ലൊരു ഇതായിട്ട് ബോട്ട് യാത്ര ഇത്രയും കുറേ നാളത്തേക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ആസ്വദിച്ചുള്ളൊരു യാത്ര ചെയ്യുന്നത്. ഇത് എന്തായാലും യൂട്യൂബിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾ കന്യാകുമാരി വരുമ്പോൾ നല്ല ഫീലിങ്ങോടെ യാത്ര ചെയ്യാൻ പറ്റിയൊരു ഇതാണ് ഈ ബോട്ട് ജേണി. വിവേകാനന്ദ പാറ പോണ അടുത്ത നമ്മൾ എത്താറായി. ബോട്ട് യാത്ര കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുക. ആ കാഴ്ചകൾ കണ്ട മനോഹരമായ അപ്പോഴും ആ വ്യൂ ഒരു സൂപ്പർ. ഒരു വ്യൂ മറക്കാൻ പറ്റാത്തൊരു വ്യൂ ആണ്. പക്ഷേ നമ്മുടെ ആ മനോഹരമായ ഒരു ബോട്ട് കടന്ന് പോകുന്നു. ഒരു ബോട്ട് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നു, വിവേകാനന്ദ പാറയിലേക്ക്. നമ്മൾ നേരത്തെ ആ ബോട്ടിലാണ് വന്നത്, ഇപ്പം വേറൊരു ബോട്ടിലാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ ആസ്വദിച്ച് സേഫ്റ്റിയോടെ ഇതൊക്കെ തന്നു. മറ്റേ ഇതൊക്കെ തന്നു, സേഫ്റ്റിയൊക്കെ ഉണ്ട് ബോട്ടിൽ. നല്ല സുഖമുണ്ട്, നല്ല യാത്രാ സുഖം ഉണ്ട്. ആ തിരുവള്ളൂരിൻ്റെ ആ സ്റ്റാച്ചു കാണുമ്പോൾ തന്നെ ഒരു മധുരമായ ഓർമ്മകൾ വരുന്നു പോലെ ചില കാര്യങ്ങൾ. ഇപ്പോൾ അവിടെ കയറി ഇന്ന് അതിൻ്റെ യാത്ര പോകും.